ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നിലവിൽ നമ്മുടെ റാങ്കിങ് ടാസ്ക്കാണ് നടന്നിരുന്നത്. എല്ലാ സീസണിലും ഉള്ള പോലെ തന്നെ 1 മുതൽ 13 വരെയുള്ള സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് യോഗ്യതപ്പെട്ട സ്ഥാനം എന്ന് വിചാരിച്ച് ആ ഒരു സ്ഥാനത്ത് പോയി നിൽക്കുക. എന്നിട്ട് മറ്റുള്ളവരോട് ഡിബേറ്റ് ചെയ്ത് സ്വന്തം പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞ് അവിടെ സ്ഥാനം നേടിയെടുക്കുക എന്നതായിരുന്നു ടാസ്ക്. ഇതൊരു ഇൻഡിവിജ്വൽ ടാസ്ക് ആയിരുന്നു. അപ്പോൾ 1-ാം സ്ഥാനത്തേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിച്ചത്. ആദ്യമായിട്ട് 1-ാം സ്ഥാനത്തേക്ക് മത്സരിച്ചത് ജിൻഡോ, അപ്സര, സിജോ, അഭിഷേക് ആൻഡ് നന്ദനയായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു സമയത്ത് ജിൻഡോ 2-ാം സ്ഥാനത്തേക്ക് മാറി. അങ്ങനെ അവസാനം 1-ാം സ്ഥാനത്തേക്ക് വന്നത് 4 പേരായിരുന്നു. ആ 4 പേരിൽ ഓരോരുത്തർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ആരാണെന്ന് നോക്കി അവരിൽ ഒരാളെ സെലക്ട് ചെയ്തു. അതാരാണെന്ന് ഞാൻ അവസാനം പറയാം. പിന്നീട് വന്നത് 2-ാം സ്ഥാനത്തേക്കുള്ള മത്സരമായിരുന്നു. 2-ാം സ്ഥാനത്തേക്ക് ഏറ്റവും ആദ്യം ജാസ്മിൻ മത്സരിച്ചത് 5-ാം സ്ഥാനത്തേക്കായിരുന്നു. ആ 5-ാം സ്ഥാനത്തിൽ ഋഷിയുടെ കൂടെയായിരുന്നു ജാസ്മിൻ മത്സരിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഋഷിക്കാണ് 5-ാം സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ ഓൾറെഡി അവിടെ നിന്ന് പുറത്തായി. എന്നിട്ട് അവിടെ നിന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോട് ഇതിൽ മുമ്പിലുള്ള സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനായിട്ട്. 2-ാം സ്ഥാനത്ത് ആദ്യം തുടങ്ങി നിന്നത് നോറയായിരുന്നു. അപ്പം നോറയുടെ പോയിന്റ്സ് പറഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ പറഞ്ഞു ഞാനും 2-ാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ വന്നത് കണ്ടപ്പോൾ നമ്മുടെ ജിൻഡോയും 2-ാം സ്ഥാനത്തേക്ക് മാറി. അങ്ങനെ ജാസ്മിൻ, നോറ, ജിൻഡോ ഇവർ 3 പേരും കൂടി 2-ാം സ്ഥാനത്തേക്ക് മത്സരിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളായിട്ട് ജയിച്ചത് ജിൻഡോ ആണ്. അങ്ങനെ ജിൻഡോ 2-ാം സ്ഥാനത്തിന് അർഹനായി. അപ്പോൾ പൊതുവായിട്ട് നമ്മുടെ നോറയും ജാസ്മിനും വീണ്ടും പിന്നോട്ടേക്ക് പോയി. അപ്പോൾ പിന്നീട് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ഒരു സ്ഥാനം നോറ 9-ാം സ്ഥാനം എടുത്തു, ജാസ്മിൻ 10-ാം സ്ഥാനം എടുത്തു. പിന്നെ 1-ാം സ്ഥാനത്തിൽ മത്സരിച്ചിട്ട് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് നമ്മുടെ അഭിഷേകിനായിരുന്നു. അഭിഷേകാണ് 1-ാം സ്ഥാനം നിലനിർത്തിയത്. അപ്പം സ്വാഭാവികമായിട്ടും അഭിഷേക് 1-ാം സ്ഥാനത്ത് വന്നതോടുകൂടി ആ 1-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച നമ്മുടെ സിജോ, അപ്സര, നന്ദന ഇവർ 3 പേരും ഏറ്റവും അവസാന സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു. അപ്പോൾ നന്ദന 13-ാം സ്ഥാനം, നമ്മുടെ അപ്സര 12-ാം സ്ഥാനം, സിജോ 11-ാം സ്ഥാനം, ജാസ്മിൻ 10-ാം സ്ഥാനം, 9-ാം സ്ഥാനത്ത് നോറ, 8-ാം സ്ഥാനത്ത് റസ്മിൻ, 7-ാം സ്ഥാനത്ത് അൻസിബ, 6-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചത് നമ്മുടെ സായി ആയിരുന്നു. സായിയുടെ ഒപ്പം ശ്രീതുവും ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീതു, സായി എന്നിവർ 6-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സായിക്കായിരുന്നു. അപ്പോൾ ശ്രീതു അവിടെ നിന്ന് ഔട്ടായി. പിന്നീട് ശ്രീതു മത്സരിച്ചത് 4-ാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. 4-ാം സ്ഥാനത്തിൽ മത്സരിച്ചപ്പോൾ റസ്മിനും ശ്രീതുവാണ് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് ശ്രീതുവിനാണ്. അങ്ങനെ 5-ാം സ്ഥാനത്ത് നമ്മുടെ ഋഷി, 4-ാം സ്ഥാനത്ത് ശ്രീതു, 3-ാം സ്ഥാനത്ത് വന്നത് അർജുനായിരുന്നു. അർജുൻ്റെ ഒപ്പം മത്സരിക്കാനോ എതിരായിട്ട് മത്സരിക്കാനോ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അർജുന് 3-ാം സ്ഥാനം അംഗീകരിച്ച് കൊടുത്തു. ജാസ്മിൻ ഇടയ്ക്ക് വന്ന് കുറച്ച് പറഞ്ഞെങ്കിലും അർജുനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അർജുൻ 3-ാം സ്ഥാനത്തെത്തി. 2-ാം സ്ഥാനം ജിൻഡോ, 1-ാം സ്ഥാനം അഭിഷേക്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ എന്താണ് സമ്മാനം അല്ലെങ്കിൽ പ്രൈസ് എന്താണെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നില്ല. ടാസ്ക് അവസാനിച്ചതിന് ശേഷമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്നും. അപ്പോൾ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും വിചാരിച്ചത് ബാക്കിയുള്ള എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിൽ ഉൾപ്പെടും എന്നാണ് കരുതിയത്. പക്ഷേ അവിടെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഈ ടാസ്കിലെ വിജയി, അതായത് 1-ാം സ്ഥാനത്തിന് അർഹനായ ആ വ്യക്തിയാണ് 11-ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ. അതായത് നമ്മുടെ അഭിഷേകായിരിക്കും ഈ ഒരാഴ്ചയിലെ ക്യാപ്റ്റനായിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ നിലവിലെ ക്യാപ്റ്റനായ നന്ദനയോട്
ക്യാപ്റ്റൻ ബാഡ്ജ് അഭിഷേകിന് കൈമാറാനായിട്ട് പറഞ്ഞു. അങ്ങനെ അഭിഷേകിന് അത് ഭയങ്കര ട്വിസ്റ്റായിരുന്നു. ലൈക്ക് ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ അഭിഷേകിന് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പക്ഷേ അഭിഷേക് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ക്യാപ്റ്റൻസി എന്നുള്ളത് അഭിഷേകിന് അത് താല്പര്യമില്ലാത്ത പോലെയാണ് തോന്നിയത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ റാങ്കിങ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അഭിഷേക് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. അഭിഷേകാണ് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.